റോഷിപാൽ നമ്മളോടൊപ്പം ചേരുകയാണ്. റോഷിപാൽ, സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പ്രോട്ടേം സ്പീക്കർ സൂചിപ്പിച്ചതുപോലെ പ്രൗഢഗംഭീരമായി പൂർത്തിയായിരിക്കുന്നു. മാധു, പൂർത്തിയായിരിക്കുന്നു. ചരിത്രമായി മാറുകയാണ്. കാരണം 10 വർഷത്തിന് ശേഷം UDF അധികാരം ലഭിച്ചു. അതിനപ്പുറത്തേക്ക് ഒട്ടേറെ പുതിയ അംഗങ്ങളുള്ള നിയമസഭ കൂടിയാണിത്. 16ാം നിയമസഭ. 16ാം നിയമസഭയുടെ ആദ്യ സമ്മേളനം കൂടിയാണ്. അതിൽ ആദ്യ ദിവസം സത്യപ്രതിജ്ഞയാണ്. 139 MLA-മാരും സത്യപ്രതിജ്ഞ ചെയ്തു. അതിൽ മലയാളവും ഇംഗ്ലീഷും പല MLA-മാർ സത്യവാചകം ചൊല്ലിയപ്പോൾ അതിൽ 2 പേരാണ് വ്യത്യസ്തരായത്. ഒന്ന് AK അഷ്റഫ് കന്നഡയിലും അതേപോലെ തന്നെ ഒരംഗം തമിഴിലും സത്യപ്രതിജ്ഞ ചെയ്തു എന്നതാണ് ആ പ്രത്യേകത. ബാക്കി എല്ലാവരും ഒന്നുകിൽ മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് എന്ന നിലയിലാണ് സത്യവാചകം ചൊല്ലിയത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായൊരു രംഗം ഇതിൽ ഉണ്ടായിരുന്നത് പ്രതിപക്ഷ നേതാവ്, മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് സത്യവാചകം ചൊല്ലിയപ്പോൾ അതിനുശേഷം ഈ സ്പീക്കറുടെ ഇരിപ്പിടത്തിന് അടുത്തേക്ക് എത്തുമോ, അഭിവാദ്യം ചെയ്യുമോ എന്നൊരു സംശയമുണ്ടായിരുന്നു. കാരണം അവർ തമ്മിൽ വാഗ്വാദങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്തും അതിനുശേഷവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഒരു കൂടിക്കാഴ്ച. പക്ഷേ സ്പീക്കറുടെ അടുത്തേക്ക് നേരെ എത്തുമ്പോൾ അവിടെ ഡയസിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ സ്പീക്കർ പ്രോട്ടം സ്പീക്കറായ G. സുധാകരൻ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റ് നേരെ നടന്ന് പിണറായി വിജയന്റെ അടുത്തേക്ക് എത്തുന്ന ഒരു വൈകാരികമായ ഒരു കൂടിക്കാഴ്ച കൂടിയാണ് ഇരുവർക്കും അത്. കാരണം അവർ തമ്മിൽ വലിയ രാഷ്ട്രീയ വാഗ്വാദങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പ്രത്യേകത. മറ്റ് സ്വാഭാവികമായി പോലെ തന്നെ അതിൽ മറ്റൊരു വ്യത്യസ്തത ഉണ്ടായിരുന്നത് പുതിയ അംഗം കൂടെയായ സന്ദീപ് വാര്യർ ഭരണഘടനയുടെ ചെറുപതിപ്പ് ഉയർത്തിക്കാണിച്ചുകൊണ്ടാണ് സത്യവാചകം ചൊല്ലിയത് എന്നതാണ് മറ്റൊരു വ്യത്യസ്തമായ കാഴ്ച. നാളെ ഏതായാലും സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. അവിടെ വോട്ടെടുപ്പ് ഉറപ്പായി കഴിഞ്ഞു. കാരണം LDF-ഉം ഒപ്പം തന്നെ NDA-യും സ്ഥാനാർത്ഥികളെ നിർത്താൻ മത്സരിപ്പിക്കാനുള്ള തീരുമാനമെടുത്തു കഴിഞ്ഞു. ഗോപകുമാർ NDA സ്ഥാനാർത്ഥിക്ക് സമാനമായി അതിൽ AC മൊയ്തീൻ LDF സ്ഥാനാർത്ഥിയുമായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു. അതോടെ ഒരു മത്സരം നാളെ ഉണ്ടാകും, വോട്ടെടുപ്പ് ഉണ്ടാകും. ആ വോട്ടെടുപ്പിൽ ആര് ജയിക്കുമെന്നത് ഏതാണ്ട് UDF-നെ സംബന്ധിച്ചിടത്തോളം 102 സീറ്റിന്റെ ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ UDF-ന് ആശങ്കയൊന്നുമില്ല സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമോ എന്നുള്ളത്. ഏതായാലും അതൊരു നടപടിക്രമം മാത്രമാകും. തൊട്ട് പിന്നീട് നിയമസഭ പിരിയും. 29-നാണ് വീണ്ടും നിയമസഭ ചേരുക. അന്ന് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗവും പിന്നീടുള്ള 1 മുതൽ 3 വരെയുള്ള 3 ദിവസം ആ നയപ്രഖ്യാപന പ്രസംഗത്തിലുള്ള നന്ദി പ്രമേയ ചർച്ചയാണ്. LDF-ന്റെ MLA-മാരെല്ലാവരും തന്നെ സഗൗരവമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. VT ബൽറാം, TK ഗോവിന്ദൻ, V കുഞ്ഞികൃഷ്ണൻ എന്നിവരും സഗൗരവമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. വളരെ കൗതുകകരമായ ഒരു കാര്യം റോഷിപാൽ ചൂണ്ടിക്കാണിച്ചതുപോലെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രോട്ടേം സ്പീക്കറുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ വളരെ പ്രകടമായിരുന്നു. സ്പീക്കർ 2 ചുവട് മുന്നോട്ട് പോയിട്ടാണ് അദ്ദേഹത്തിന്റെ കൈ കവർന്നെടുക്കുന്നത്. വളരെ ഹൃദ്യമായൊരു കാഴ്ചയായിരുന്നു. അത് ഒരുപക്ഷെ ആ കൂടിക്കാഴ്ച ഇരുവർക്കും വൈകാരികമാകാൻ സാധ്യതയുണ്ട്. കാരണം തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലൊക്കെ ഇരുവരും തമ്മിൽ നേർക്കുനേർ പോരാട്ടമാണ്, വാക്കുകൾ കൊണ്ടുള്ള പോരാട്ടമായിരുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷവും അങ്ങനെ ഒരു വലിയ രാഷ്ട്രീയ വൈര്യം ഇരുവർ തമ്മിൽ ഉണ്ടെന്ന് പൊതുസമൂഹത്തിന്റെ വിലയിരുത്തലുണ്ട്. പക്ഷേ ആ കൂടിക്കാഴ്ച സ്വാഭാവികമായും വലിയ പോരാട്ടം ഇരുവർ തമ്മിൽ വാക്പോരൊക്കെ നടത്തി ഉണ്ടാകുന്ന പിന്നീടുള്ള ഒരു കൂടിക്കാഴ്ചയുണ്ട്. ആ സമയത്ത് ഇരുവരുടെ മനസ്സിൽ വൈകാരികമായ ഒരു വല്ലാത്തൊരു കടലിരമ്പം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയവുമില്ല. അത് ആ നീക്കം, അത് G. സുധാകരൻ ഇരിപ്പിടത്തിൽ എല്ലാ MLA-മാരും സത്യപ്രതിജ്ഞ ചെയ്ത് അവിടെ ഇരിപ്പിടത്തിനരികിലെത്തുമ്പോൾ അവിടെ എഴുന്നേറ്റ് നിന്ന് അവരെ ഹസ്തദാനം ചെയ്തു. പക്ഷേ പിണറായി വിജയൻ വരുമ്പോൾ മാത്രമാണ് G. സുധാകരൻ പ്രോട്ടം സ്പീക്കർ ആ ഇരിപ്പിടത്തിൽ നിന്നും ഇറങ്ങി 2 ചുവട് മുന്നോട്ട് വെച്ച് ഹസ്തദാനം ചെയ്യുന്നത്. ഏതായാലും ഏറ്റവും മനോഹരമായ രീതിയിൽ ഒരു ചരിത്ര നിമിഷത്തിനു കൂടി നിയമസഭ സാക്ഷ്യമാകുന്നു. 102 MLA-മാരിൽ യുവജന നേതാക്കൾ, വിദ്യാർത്ഥി നേതാക്കളൊക്കെയുണ്ട്. സാധാരണ ഇത്രയേറെ യുവാക്കൾ സഭയിലെത്തുന്നത് വളരെ കുറവാണ്. പലപ്പോഴായി അങ്ങനെ വന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ എത്രയും യുവാക്കൾ, അതിൽ യുവജന പ്രസ്ഥാനത്തിന്റെ അമരക്കാരൊക്കെ, അതിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ, DYFIയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഒക്കെ നിയമസഭാ സാമാജികരായി എത്തുന്നു എന്ന പുതുമയുണ്ട്. വിദ്യാർത്ഥി രംഗത്ത് നിന്ന് ASUവിന്റെ 2 ജില്ലാ അധ്യക്ഷന്മാരാണ് ഇവിടെ നിയമസഭാ സാമാജികരായത്. എന്തായാലും ജനങ്ങളുടെ പ്രശ്നങ്ങൾ വളരെ ഊർജ്ജസ്വലമായി ചർച്ച ചെയ്യാൻ കഴിയുന്ന ഒരു സഭയായി നമ്മുടെ ഈ 16ാം നിയമസഭ മാറട്ടെ എന്ന് ആശംസിക്കാൻ നമുക്ക്. നിയമസഭാംഗങ്ങളൊക്കെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്തിരിക്കുന്നു.